SM ടോക്സിൽ ഇന്ന് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും അധികം റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മാർട്ട് മൂവ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഉണ്ടാക്കാം അവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം, അതും നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ. എന്താണെന്നല്ലേ, ബ്രാൻഡിങ്. അതായത് സ്മാർട്ട് മൂവ്സിന്റെ ഇപ്പോഴത്തെ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വീഡിയോസും ഇൻഫർമേഷനും ഒക്കെ നമ്മളെ ബ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയും കമ്പനിയുടെ ബ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അതിലൂടെ ഒരു ഇൻകം സോഴ്സ് കൂടെ ഉണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും SM ടോക്സിലൂടെ കൃത്യമായിട്ട് അറിയണം. അത് നിങ്ങൾക്കും യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ഇനി നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ CV അയക്കുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ റിക്വയർമെന്റ്സ് ഒക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കമന്റ് ആയിട്ട് നോട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് ഇന്ന് ലാലിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഈ SM ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബും അതുപോലെ തന്നെ സ്മാർട്ട് മൂവ്സിന്റെ jobs.smart moves എന്ന ഇൻസ്റ്റാഗ്രാം പേജും എല്ലാം അത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ലാലാണ്. അതായത് എല്ലാവരും ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും തുടങ്ങാണ്ടിരിക്കുന്നത് എന്റെ അറിവില് അവർക്ക് പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതായത് വീഡിയോ എടുക്കാൻ നല്ലൊരു എക്യുപ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ മൈക്ക് ഇല്ല. നമ്മൾ പോലും ഇപ്പൊ മൈക്ക് വെച്ചിട്ടല്ല എടുക്കണത്. അപ്പൊ നമ്മൾ ഒരുപാട് പെർഫെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. അത് നമ്മൾ നോക്കേണ്ടത് കൺസിസ്റ്റൻസിയാണ്. നമ്മളൊരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ അത് മുടങ്ങാതെ ചെയ്യാനായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു പവർ, ഒരു വിൽ പവർ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നല്ലൊരു ലക്ഷ്യം കാണാനും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടാക്കാനും പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന്റെ എക്സാമ്പിൾ എടുക്കുമ്പോൾ ആള് വെറും 5 ലക്ഷം രൂപ, ബാക്കി എല്ലാവരും പെർഫെക്ഷന്റെ മേലെ നല്ലോണം ശ്രദ്ധിക്കും. വളരെ അപ്ഡേറ്റഡ് ക്യാമറ, അപ്ഡേറ്റഡ് കാര്യങ്ങൾ. ആള് വളരെ ഉള്ള ബഡ്ജറ്റ് വെച്ചിട്ട് അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ പോയിരുന്നാലും ഇപ്പൊ ആളെ ഒരുപാട് പേര് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. കാരണം എന്താണെങ്കിൽ ആൾ ആ ഫീൽഡിൽ 2010 ഒരു സിനിമ ഇറക്കിയിട്ട് 2024 സ്റ്റിൽ ആ ഫീൽഡിൽ എത്രത്തോളം ഒരു പരിഹാസം ഏറ്റുവാങ്ങിയാലും പിന്നെയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കണതിന്റെ റിസൾട്ട് ഇന്ന് ആൾക്ക് പോസിറ്റീവായിട്ട് വരാൻ തുടങ്ങി. ഇതേപോലെ നിങ്ങളെ കളിയാക്കാൻ ചുറ്റുമ്പോൾ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ സെൽഫ് ബ്രാൻഡിങ് നമ്മൾ വൺസ് തുടങ്ങി വെക്കുക. കാരണം നിങ്ങളൊരു ജോലിക്കാരായാലും നിങ്ങൾ എന്ത് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് സെൽഫ് ബ്രാൻഡിങ്, അതായത് നിങ്ങളുടെ കയ്യിലൊരു പ്രോഡക്റ്റ്, ഇനി പ്രോഡക്റ്റ് ഇല്ലെങ്കിലും എന്താ കുഴപ്പം, നിങ്ങൾക്കൊരു ആശയമുണ്ട്, നിങ്ങൾ ഇത്ര നാൾ പഠിച്ച നിലയ്ക്ക് നിങ്ങൾക്ക് ലൈഫിനോട് എന്തെങ്കിലും പറയാനുണ്ടാവും, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനുണ്ടാവും. അത് സംസാരിച്ചു കൊണ്ടേ ഇരുന്നാൽ തന്നെ ഒരുപാട് പേര് അത് കേൾക്കാനും നാളെ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായിട്ട് ഒരു 3P എന്ന് പറയാം അല്ലെ, P സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 3 വാക്കുകൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം അപ്പൊ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. വിത്തിൻ 1 ഇയർ നിങ്ങൾക്ക് അത് മോണിറ്റൈസ് ആക്കാൻ ചെയ്യാം. ചിലരുടെ കണ്ടന്റ് ക്വാളിറ്റിയും അത് മേ ബി 6 മന്ത് കൊണ്ട് മോണിറ്റൈസേഷൻ ആവാനും സാധ്യതയുണ്ട്. ആളുടെ വീഡിയോ കണ്ടു. അപ്പൊ അവരൊക്കെ അതിൽ അത്ഭുതപ്പെടാണ്. ശരി, അപ്പൊ എന്റെ ഉള്ളിൽ ഈ അറിവിന് ഇത്രയും കാഴ്ചക്കാരുണ്ടല്ലോ, ഇത്രയും കേൾവിക്കാരുണ്ടെന്ന് അറിയുമ്പോൾ അവർ അത്ഭുതപ്പെടാം. അപ്പൊ നിങ്ങളുടെ ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ട്, ഇത്രയും ഒരു ഡയമണ്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഈ P എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് നിങ്ങൾക്ക് വേണ്ടത് ഒരു പർപ്പസ് വേണം അല്ലെ. കൃത്യമായിട്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ ഇൻസ്റ്റ ഉണ്ടാകുമ്പോൾ അതിന് പർപ്പസ്, അതായത് അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ആശയം പറയാനുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ സെല് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു പർപ്പസ് ആയിരിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് പങ്ക്ച്വാലിറ്റി. അതാണ്, അതായത് നമ്മൾ ക്ലാരിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പെർഫെക്ഷനേക്കാൾ ഉപരി പങ്ക്ച്വലായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോസുകൾ എന്നും ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ പങ്ക്ച്വാലിറ്റി വേണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താണ്, പ്രോമിസ് അല്ലേ. പ്രോമിസ് വേണം. അതായത് നിങ്ങൾ ഇടുന്ന കണ്ടന്റിന് ക്വാളിറ്റി ഉണ്ടാവണം. ആ വീഡിയോ കാണുന്ന ആൾക്കൊരു വാല്യൂ അഡീഷൻ പോകണം. അതും ഒരു പ്രോമിസ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ സ്മാർട്ട് മൂവ്സിൽ പോലും ഇടുമ്പോഴും നമ്മൾ നല്ല ജോലികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ നിങ്ങൾക്ക് വേണ്ട കരിയർ സെറ്റ് ചെയ്ത് തരുന്നു എന്നുള്ള നമ്മുടെ ഒരു പ്രോമിസ് ആണ്. ആ പ്രോമിസിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അത്രയും മാത്രം നമുക്ക് ഫോളോവേഴ്സും നമുക്ക് അത്രയും മാത്രം രജിസ്ട്രേഷൻ വരുന്നു. ഇതാണ് നമ്മുടെ കാര്യം. അപ്പൊ ഈ 3P ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അപ്പൊ ഇവര് എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ജോലി കിട്ടുന്നത് വരെ വളരെ മെന്റലി ഡൗൺ ആവുന്നു, അല്ലെങ്കിൽ ഇൻകം വരുന്നില്ല, അല്ലെങ്കിൽ എല്ലാത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം എന്നൊക്കെ കരുതി വളരെയധികം ജോലി ഇല്ല എന്ന് പറഞ്ഞ് ഒതുങ്ങി കൂടി അല്ലെങ്കിൽ വളരെ മെന്റലി ഒരു ഹാപ്പിനെസ് ഒക്കെ പോകുന്നതാണ് കണ്ടത്. ഇനി ഒരു ടിപ്പും കൂടെ ഞാൻ തരാം. അതായത് AI എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ച് നമ്മുടെ ഒരു ആശയം ഉണ്ടെങ്കിൽ അതിനെങ്ങനെ യൂട്യൂബ് പ്രസന്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും. അത് നോക്കി പ്രോംപ്റ്റ് വെച്ച് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റും. അതിനിപ്പോ ഐഫോണോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ നല്ലൊരു ആംഗിൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു 15 വീഡിയോസ് ഒരു മാസം അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ ഈ ഒരു 4 to 6 months നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വാച്ച് അവേഴ്സും ഒരു 4000 വാച്ച് അവറിലേക്ക് എത്തിക്കാൻ ടാസ്കുകളുണ്ട്. എന്നാൽ ഇത് കൺസിസ്റ്റന്റ്ലി പങ്ക്ച്വൽ ആയിട്ട് പ്രോമിസോടുകൂടി ഒരു പർപ്പസോടുകൂടി ചെയ്യുന്നവർക്കൊക്കെ റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ CV ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്.